നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇന്നും കേരളത്തിൽ മാത്രമല്ല പലയിടങ്ങളിലും സ്ത്രീധന പീഡന മരണങ്ങളും സ്ത്രീധന പീഡന ആരോപണങ്ങളെല്ലാം തന്നെ എപ്പോഴും ഉയരുന്നതാണ്. ഏറ്റവും ഒടുവിലായിട്ട് കേരളത്തിലും ഇത്തരത്തിൽ സ്ത്രീധനത്തിന്റെ പേരിലും വലിയ രീതിയിലാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു ചേർന്നത്. ഒന്നടങ്കം ഇതിനെതിരെ എല്ലാവരും രംഗത്ത് വന്നിരുന്നെങ്കിലും വീണ്ടും ഇത്തരത്തിലുള്ള പരാതികളും ആക്രമണങ്ങളും പെൺകുട്ടികളുടെ ആത്മഹത്യയും നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുകയാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ചോദിച്ച സ്ത്രീധനം നൽകാത്തതിനെ തുടർന്ന് വലിയൊരു ക്രൂരതയാണ് ആ ഭർത്തൃ വീട്ടുകാർ ഒരു യുവതിയോട് ചെയ്തിരിക്കുന്നത്. സ്ത്രീധനം നൽകാത്തതിനെ തുടർന്ന് മകളെ ഭർത്താവും ബന്ധുക്കളും ചേർന്ന് HIV അടങ്ങിയ സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചെന്നാണ് ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയുമായി രംഗത്ത് വരുന്നത്. യുവതിയുടെ പിതാവാണ് പരാതിയുമായിട്ട് ആദ്യം രംഗത്തെത്തിയത്. കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലാണ്. ഹരിദ്വാർ സ്വദേശിയായ അഭിഷേക് എന്ന സച്ചിനുമായി മകൾ സോനാലിന്റെ വിവാഹം 2023 ഫെബ്രുവരി 15 നടന്നത്. ഹരിദ്വാറിൽ നിന്നുള്ള നാഥിറാം സൈനിയുടെ മകൻ സച്ചിനായിരുന്നു വരൻ. കാറും 15 ലക്ഷം രൂപയുമാണ് കല്യാണത്തിന് സ്ത്രീധനമായി നൽകിയത്. കുറച്ചുനാൾ കുഴപ്പമൊന്നുമില്ലാതെ പോയെങ്കിലും തുടർന്ന് കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടു തുടങ്ങുകയായിരുന്നു. സ്കോർപിയോ കാറും 25 ലക്ഷം രൂപയും വീണ്ടും വേണമെന്നും സ്ത്രീധനമായി അത് വേഗം തരണമെന്നായിരുന്നു വരന്റെയും വീട്ടുകാരുടെയും ആവശ്യം. എന്നാൽ ഇത് നൽകാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. ഇതോടെ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. പിന്നീട് ഗ്രാമപഞ്ചായത്തൊക്കെ ഇടപെട്ട് യുവതിയെ വീണ്ടും ഭർത്താവിന്റെ വീട്ടിൽ തിരികെ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആ യുവതി നേരിട്ടത് വലിയ പീഡനങ്ങളായിരുന്നു. മാനസിക പീഡനത്തിനൊപ്പം ശാരീരിക പീഡനവും തുടർന്നു അനുഭവിക്കേണ്ടി വന്നുവെന്നും ഈ പരാതിയിൽ ഇപ്പോൾ പറയുന്നുണ്ട്. പലപ്പോഴും അകാരണമായി തല്ലാറുണ്ടായിരുന്നു. അത് ഭർത്താവിന്റെ വീട്ടുകാരെല്ലാം തന്നെ യുവതിയെ മർദ്ദിക്കാറുണ്ടായിരുന്നെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനിടെയാണ് HIV അടങ്ങിയ സിറിഞ്ച് കൊണ്ട് കുത്തിവെച്ചതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. യുവതിയെ കൊല്ലാൻ ഭർത്തൃ വീട്ടുകാർ ഗൂഢാലോചന നടത്തിയതായാണ് പെൺകുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത്. അടുത്തിടെ യുവതിയുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നടത്തിയ വൈദ്യ പരിശോധനയിലാണ് HIV ബാധിതയാണെന്ന് അറിഞ്ഞത്. ഭർത്താവിനെ പരിശോധിച്ചെങ്കിലും ഇയാൾ നെഗറ്റീവായിരുന്നു. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചത്. കോടതി ഉത്തരവിനെ തുടർന്ന് യുവതിയുടെ ഭർത്താവ്, അയാളുടെ മാതാപിതാക്കൾ എന്നിവർക്കെതിരെ ഗംഗോ കോട്ട്വലി പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് അറിയിച്ചു. സ്ത്രീധന പീഡനം, ആക്രമണം, കൊലപാതക ശ്രമം തുടങ്ങിയ ഗുരുതര വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്.